നമസ്കാരം, ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഞാൻ നിൽക്കുന്നത് കുറുമശ്ശേരിയിലാണ്. നമ്മുടെ AAC പാനൽ ഉപയോഗിച്ച് നടക്കുന്ന ഒരു റെനോവേഷൻ വർക്ക് നടക്കുന്ന ഒരു സൈറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീടാണ്. മുകളിൽ ഒരു ട്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതിന് ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ചുമരിന് ഉപയോഗിച്ചിട്ടുള്ളത് AAC പാനൽസ് ആണ്. നമുക്ക് വർക്കിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പൊ ഇവിടെ ടൈലിന്റെ വർക്കാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്, കണ്ടില്ലേ? ഇത് മൊത്തം 750 സ്ക്വയർ ഫീറ്റ് ആണ് ഇങ്ങനെ വരുന്നത്. ഇപ്പൊ ഇതുപോലെ താഴെ ഇപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് ഒറ്റനിലയായിട്ട് വീടുണ്ട്, മുകളിലേക്ക് പെട്ടെന്ന് അധികം വെയിറ്റ് ഇല്ലാത്ത പെട്ടെന്ന് തീരാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ AAC പാനൽസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരും കേട്ടോ. പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള പാനലിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 3 ഇഞ്ച് കനം വരുന്നതാണ്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ കട്ട്ലയും അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇതുപോലെ സ്റ്റീലിന്റെ കട്ട്ലകൾ കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ എല്ലാ സ്ഥലത്തും ജനലാണെങ്കിലും കട്ട്ലകളാണെങ്കിലും ഇതുപോലത്തെ സ്റ്റീലിന്റെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ 3 ഇഞ്ചിന്റെ ചുമരായിട്ട് ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം കൺസീൽഡ് ആയിട്ടിരിക്കും. ഇപ്പൊ ഇത് പുട്ടി ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെയിന്റിംഗ് ഫിനിഷിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പാനലാണെന്ന് അറിയേയില്ല. കംപ്ലീറ്റ്ലി കൺസീൽഡ് ആയിട്ട് സ്വിച്ച് ബോർഡ് ആണെങ്കിലും അതിന്റെ ബോക്സ് എല്ലാം ഇലക്ട്രിക്കൽ വർക്കുകളും കൺസീൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പോർഷനിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇങ്ങനെ പൈപ്പ് പോയിട്ടുള്ള ഭാഗങ്ങളാണ്, മുറിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് കൺസീൽഡ് ആയിട്ട് നമ്മൾ സാധാ ചുമര് പണിയുന്ന പോലെ തന്നെ പണിത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഈ പാനലിന്റെ സൈസ് പറയുകയാണെങ്കിൽ 2 അടി നീളത്തിലാണ്, വീതിയിലാണ് വരിക. കണ്ടോ, ഇത് ഇങ്ങനെ ഒരു പാനൽ 2 അടിയാണ് വരിക. പിന്നെ ഹൈറ്റ് നമുക്ക് 10 അടി 9 അടി 8 അടി അങ്ങനെ 3 അളവില് കിട്ടും. അപ്പൊ അതാണ് അതിന്റെ ഡയമെൻഷൻസ് വരുന്നത്. ഇതിപ്പോ ഒരു 750 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു വാൾ ഏരിയ ഒരു 1000+ സ്ക്വയർ ഫീറ്റ്സ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഒരാഴ്ചക്ക് താഴെ സമയത്തിൽ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ തീർക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇത് വെച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇപ്പൊ ഈ എഡ്ജ് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് 3 ഇഞ്ച് മനസ്സിലാവും കേട്ടോ. ബാക്കി എല്ലായിടത്തും പണി ഫിനിഷ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മനസ്സിലാവില്ല. ഇങ്ങനെയാണ് വരിക. 2 ബോർഡിന്റെ ഇടയിൽ AC മെറ്റീരിയൽ ഫില്ല് ചെയ്തിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്. ഇത് ബാത്റൂം ആണ്. ഇതിനകത്ത് പ്ലംബിങ്ങിനായിട്ടുള്ള പൈപ്പ് ഇടലും എല്ലാം കൺസീൽഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. സ്വതവേ എല്ലാവരും ചോദിക്കുന്നതാണ് ഈ മെറ്റീരിയൽ ബാത്റൂം ഒക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത്. ഒരു കുഴപ്പമില്ല, നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ പ്ലംബിങ് ചെയ്യുക, പിന്നെ സാധാ വാട്ടർ പ്രൂഫിങ് ടൈല് വർക്ക് ഒക്കെ ചെയ്ത് സാധാ ചെയ്യുന്ന പോലെ ബാത്റൂം പണിതെടുക്കാൻ നമ്മുടെ ഈ പാനൽ ആണെങ്കിലും സാധിക്കും. ഈ വീട് 30 വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട് ഇതുപോലെ ഒരുപാട് പഴക്കമുള്ള വീടാണ്, നിങ്ങൾക്ക് ഇതുപോലെ മുകളിലേക്ക് എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ AAC പാനൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ താഴത്തെ വീടിന് ഒരു ഡാമേജും പറ്റാത്ത രീതിയിൽ മാക്സിമം വെയിറ്റ് കുറഞ്ഞിട്ട് ഈ പാനൽസ് ഉപയോഗിച്ചാൽ സാധിക്കും. ഇതുമ്പോൾ നമുക്ക് AC ഫിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ വാൾ മൗണ്ട് ആയിട്ടുള്ള TV യൂണിറ്റ്സ് അങ്ങനെ എല്ലാം എന്തും നമ്മൾ സാധാ ചുമരും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് ഉറപ്പോട് കൂടെ തന്നെ ഈ 3 ഇഞ്ചിന്റെ പാനലിൽ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ വീടിന്റെ റൂഫ് ഓൾറെഡി ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ട്രസ് ഒരു 2-3 വർഷം മുന്നേ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ മുകളിൽ ട്രസ്സാണ്, പക്ഷെ ഇപ്പൊ ഇവിടെ സീലിംഗ് ഇവിടെ വി ബോർഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലും തീരെ ഇപ്പൊ മുകളില് ഷീറ്റാണെന്നൊന്നും ഇത് ഫിനിഷിങ് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ ഇവിടെ ലൈറ്റ്സിനുള്ള സ്പോട്ടൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ള വയറിങ്ങിന്റെ പാസേജുകളൊക്കെയും ഈ സീലിംഗിന്റെ ഉള്ളിൽ കൂടെ പോവുകയും ചെയ്യും. AAC പാനൽസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വീടിന്റെ മുകളിൽ എടുക്കണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഇതുപോലെ ഒരു വീട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. AAC പാനൽസ് ഉപയോഗിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ അതിന്റെ സമയലാഭമാണ്. ഇത് പെട്ടെന്ന് ഇൻസ്റ്റാളേഷൻ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഇത് റീയൂസബിൾ ആണ്. ഇതിന്റെ 90% മെറ്റീരിയൽ നമുക്കൊരു ഡാമേജും ഇല്ലാതെ വേറെ രീതിയിലേക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. വേറെ പ്ലാനിലേക്ക് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ടേഷനും അവിടെ കൊണ്ടുവന്ന് വേറെ മാറ്റി പണിയാന്നുള്ളത് ഇതിന്റെ വേറൊരു പ്രത്യേകതയാണ്. പിന്നെ ചൂട് കുറവ് എന്നുള്ളത്, ഇതിപ്പോ 2 ബോർഡിന്റെ ഇടയിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് AAC മെറ്റീരിയൽ ആണ്. അപ്പൊ അത് നമുക്കിപ്പോ ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ചൂട് കുറവ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് നല്ല ചൂട് കുറഞ്ഞ ഉറപ്പോട് കൂടിയിട്ടുള്ള പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ സാധിക്കുന്ന പിന്നെയും ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ വീടുകൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. റെനാകോണിന്റെ AAC പാനൽസ് ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്. ഞങ്ങൾ റെനാകോണിന്റെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.